CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ലോക്കർ ഇഡി തുറന്നു പരിശോധിക്കും. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. CMRനെതിരെ കോടതിയിൽ ശക്തമായ വാദമുയർത്താനാണ് ഇഡിയുടെ നീക്കം. തെളിവുകൾ മുദ്രവെച്ച കവറിൽ നൽകും. റെയ്ഡിൽ നിന്ന് ലഭിച്ച തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇഡിയുടെ ഇനിയുള്ള നീക്കം എത്രത്തോളം നിർണായകമാണ്? പ്രധാനമായും ഹൈക്കോടതിയെ തിങ്കളാഴ്ച എടുക്കാനിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഹർജി അത് പ്രധാനമായിട്ടും ശക്തമായും ഇഡി എതിർക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കാരണം ഇഡിക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അതുപോലെ തന്നെ CMRനും അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. CMRന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകരാണ് ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും മുതിർന്ന അഭിഭാഷകനാണ് CMRന് വേണ്ടി ഹാജരാകുന്ന റിപ്പോർട്ടുകളാണുള്ളത്. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ SFIO വെച്ചിരിക്കുന്ന, അതായത് SFIയുടെ കുറ്റപത്രം, SFIO വെച്ചിരിക്കുന്ന കുറ്റപത്രത്തിനനുസരിച്ചിട്ട് ഈ പറയുന്ന പ്രോസിക്യൂഷൻ അതിന്റെ പ്രൊസീഡിങ്സ് അങ്ങനെയാണ്. പ്രോസിക്യൂട്ടിംഗ് കംപ്ലൈന്റ് എന്നാണ്. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് അനുസരിച്ചിട്ട് ഈ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ ഇതിന്റെ PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്നാണ് ഇഡി അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ റെയ്ഡുകളിൽ പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ അത് PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ അടക്കമുള്ള എല്ലാ ഡോക്യുമെന്റും ഹൈക്കോടതിയിൽ സീല് വെച്ച് കവറിലായിരിക്കും ഇഡി ഫയൽ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഹർജി, അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഈ സിംഗിൾ ബെഞ്ച് CMR നൽകിയിരിക്കുന്ന ഹർജി തള്ളുകയും ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMR നൽകിയിരിക്കുന്ന ഹർജി തള്ളുന്ന സാഹചര്യത്തിൽ തന്നെ അന്വേഷണം തുടരട്ടെ എന്നുള്ള ഉത്തരവാണ്. ആ ഉത്തരവിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീടിനടക്കം ഇഡി അടിയന്തരമായി പരിശോധന നടത്തുകയും വീണ, അതുപോലെ ഈ CMR ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത, MD ശശിധരൻ കർത്ത, ശരൺ കർത്ത തുടങ്ങിയവർക്കൊക്കെ അടിയന്തരമായി ഇഡി സമൻസ് അയക്കാനുള്ള നീക്കത്തിലാണ്. ഈ സമൻസ് അയച്ച ശേഷം വീണയെയും അതുപോലെ ശശിധരൻ കർത്തയെയും മറ്റുദ്യോഗസ്ഥരെയും വീണ്ടും അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. വീണയുടേത് അടക്കം കഴിഞ്ഞ ദിവസം 242 അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള 18.2 കോടി രൂപ ഈ പണത്തിന്റെ വരവ്, അതുപോലെ ഈ എക്സാലോജിക് സൊല്യൂഷന് ഈ CMR ലോണായിട്ട് നൽകിയിരിക്കുന്ന തുക, തിരിച്ചടവില്ലാതെ ലോണായി നൽകിയിരിക്കുന്ന തുക 50 ലക്ഷം ലോണായി അനുവദിച്ചത്, അതുപോലെ തന്നെ എക്സാലോജിക്കിന് ഈ CMR പലതവണയായിട്ട് മാസപ്പടിയായി നൽകിയിരിക്കുന്ന തുക, ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നടപടികളാണോ എന്നുള്ള കാര്യമാണ് ഇഡിക്ക് പരിശോധിക്കാനുള്ളത്. പക്ഷേ പ്രധാനമായിട്ടും കോടതിയിൽ എതിർക്കുന്നത് ഈ